ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ മൃദുലേക്ക് പനി അടിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഇന്നലെ രാവിലെ തൊട്ടേ മൃദുലേക്ക് ചെറുതായിട്ട് തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഫുള്ളി ഡൗൺ ആയി ഗൈസ്. ഇനി കുഞ്ഞിന് വരായിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. ഏക പനിയാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞിനും വരുമല്ലോ. അത് അവ നല്ല ഉറക്കമാണ് അകത്ത്. അപ്പോൾ ഇന്ന് ഞാൻ പോവുകയാണ്. ഇന്ന് വീട്ടിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ കട്ടിൽ AC കുറച്ച് സാധനങ്ങൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമുണ്ടല്ലോ. നമ്മുടെ റൂമിലെ കുറേ സാധനങ്ങൾ, നമ്മളെ സർട്ടിഫിക്കറ്റും മറ്റ് കുറേ ബിലോങ്സ് ഉണ്ട് റൂമിനകത്ത്. അപ്പം അതെല്ലാം നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം ഇന്ന് അതിൻ്റെ പരിപാടിയാണ്. അപ്പം ഞാൻ പോയി വീട്ടിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി രാത്രി ഉറക്കിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നു. ഇന്ന് രാവിലെയും കരച്ചിലായിരുന്നു. ഇപ്പം ഉറങ്ങിയിട്ടുണ്ട്. ഇനി പകല് ഫുള്ള് ഉറക്കമായിരിക്കും. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ വീടിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടി സൈഡിൽ നിർത്തിയേക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മളിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ വണ്ടി ഒരു 407 ചെറിയൊരു പിക്കപ്പ് വിളിച്ചിട്ടുണ്ട്. പിന്നെ ലോഡിങ്ങാരെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് മറ്റു സാധനങ്ങളും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്റണം. അതുകൊണ്ട് AC അടിക്കാൻ വേണ്ടി ആളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നേരെ പോയി വീട്ടിൽ പോയി സാധനമൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇന്ന് അവിടെ AC ഇനിയിപ്പോൾ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സാധനങ്ങളെ കൊണ്ടവിടെ വെച്ചേക്കാം. വെച്ചിട്ട് സമയം പോലെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് സാധനങ്ങൾ പോയി എടുക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. മെത്തയും കാര്യങ്ങളൊക്കെ പറക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം കുറേ തുണികളുണ്ടായിരുന്നു. അപ്പോൾ തുണികൾ നമ്മൾ പറക്കി വെള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് എടുത്തൊക്കെ എടുക്കാം. ആദ്യം നമുക്ക് ബെഡ് എടുക്കാം. ഈ വീട്ടിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ബെഡല്ല, സോറി, കട്ടിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ 2 പീസാണ്. അതൊരു പീസ്, ഇതൊരു പീസ്. നമുക്ക് പതുക്കെ ഇറങ്ങാം കേട്ടോ. കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെ ഈ ചാക്കിനകത്ത് വല്ലതും ആക്കിയിട്ട് ഇറങ്ങാം. വായിക്കുന്നു ഇതെല്ലാം അടിച്ച് പറക്കി വെച്ചാൽ വണ്ടി കയറിയിട്ട് വരാം ഗൈസ്. വണ്ടി കയറാം ഫുള്ള്. സാധനങ്ങളൊക്കെ എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളതേ ചാക്കിനകത്ത് ആക്കിയിട്ടുണ്ട്. ഓരോ ചാക്കിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഓരോ സാധനങ്ങളങ്ങ് താഴെ കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ലോറി ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ റൂം കാലിയായിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യോ, ചവരടക്കം നോക്കി. കട്ടിൽ, മെത്ത, നമ്മുടെ അലമാര, ബാക്കി ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ AC അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് സാധനങ്ങൾ മേളിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിനോട് വിട പറഞ്ഞത് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. സാധനങ്ങളൊക്കെ നമ്മൾ പറക്കി കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മളെ വണ്ടി മേലിട്ടിരിക്കുക കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഉപ്പാട് വന്നു കേട്ടോ. അയ്യോ, എല്ലാം അവിടെ നിന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ഇറക്കിയത് ഫുള്ള്. അപ്പോൾ ഓക്കെ, നേരെ ട്രിവാൻഡ്രം. അപ്പോൾ നമ്മളിതേ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ ട്രിവാൻഡ്രം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം പഴയ സാധനങ്ങൾ കയറ്റുന്നതിന് മുമ്പ് മൃദുല വിളിച്ച് പറഞ്ഞ് പുതിയൊരു നിലവിളക്ക് ആദ്യം കയറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് പഴയ സാധനങ്ങളൊക്കെ കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ചെറിയ നിലവിളക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇറക്കാം. നമ്മൾ പഴയ സാധനങ്ങൾ കയറ്റുന്നതിന് മുമ്പ് ആദ്യം വിളക്ക് കയറ്റി അകത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഐശ്വര്യമായിട്ട് സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി വെക്കാം കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം റൂമിനകത്ത് പിടിച്ച് കട്ടിലും കാര്യങ്ങളൊക്കെ റൂമിനകത്ത് ഇടണം. പിന്നെ വേറെ ഒന്നുമില്ല, അലമാര നമുക്ക് ആൾറെഡി എല്ലാ റൂമിനകത്തും അലമാരയുണ്ട്. ഓരോ സാധനങ്ങളായിട്ട് ഇറക്കാം. ചേട്ടനാണ് നമുക്ക് സാധനങ്ങൾ ഹെൽപ്പ് ചെയ്തത്. നമുക്ക് തുടങ്ങാം, ഓരോന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോ സാധനമായിട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇവിടെ മൊത്തം കരിയിലാണ് കേട്ടോ. അടുത്ത ജോലി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് എല്ലാം അവിടെ ഇവിടെയും കിടക്കുകയാണ്. ഇത് ഈ ചാക്കിനകത്ത് മൊത്തം ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ്, പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, പിന്നെ ഫോട്ടോ ഫ്രെയിം എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിതൊക്കെ സെറ്റ് ചെയ്യണം. അയ്യോ, ഇന്നത് ഊപ്പാടുള്ള ദിവസമായിരുന്നു കേട്ടോ. ഒരു സമയം പോയി നമുക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു. നമുക്ക് മേലത്തെ നിലയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുപോലെ കൊണ്ടുപോകുമ്പോൾ ഈ മൂലയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ച് എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലെല്ലാം ഒന്ന് തുടയ്ക്കണം. ആദ്യം ഒന്ന് വീടിനകം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം സാധനങ്ങളൊക്കെ തുടച്ച് നമുക്ക് ഓരോ സൈഡിലോട്ട് കയറ്റണം.
അയ്യോ മടുത്ത് കേട്ടോ ഇന്നത്തെ ഓടി. ഇനി നമുക്കിനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും വൈകിട്ട് കുറച്ചും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തെമ്മലയിലോട്ട് പോകും. മറ്റന്നാൾ ചെറുതായിട്ടാണ് ഇനി അതിൻ്റെ പരിപാടി. അതിൻ്റെ ഡെക്കറേഷൻ ടീംസൊക്കെ ഇന്ന് അവിടെ വന്ന് കാണും കേട്ടോ. ആക്ച്വലി AC കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് ഇത് നമ്മുടെ സൈഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് മൊത്തം AC സാധനങ്ങളാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ ടീംസിനെ ഇത് അണ്ടർ വാറൻറ്റി ആയതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് ഫിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ടീംസിനെ വിളിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവർ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് തരണം കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് എന്തോ കഴിക്കുന്നത് ഇതൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ? മാസ്ക് ഒക്കെ പനിയാണ് സുഹൃത്തുക്കളെ, ചെക്കന് വരാതിരിക്കാൻ. പാല് ഫീഡ് ചെയ്യുമ്പോഴും അല്ലാതെ അവന്റെ അടുത്ത് അവനെ എടുത്തോണ്ടിരിക്കുമ്പോഴും എനിക്ക് വല്ലാതെ ശ്വാസം കുഞ്ഞിനെ അടിക്കില്ല. അവൻ കരച്ചില്ല. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് ഭദ്രമായി വെച്ചു. എന്നിട്ട് ഞാൻ രാത്രിയായിട്ടോ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ലേറ്റായി. കുഞ്ഞിന് പനി വന്നു കഴിഞ്ഞാൽ വൻ സീനാവും കേട്ടോ. കൂടുതലുള്ള ഡ്രസ്സ് മാത്രം ഒരു 3-4 ചാക്കുണ്ട്. ഇനി അതൊക്കെ എവിടെ കൊണ്ട് നിക്ഷേപിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല സുഹൃത്തുക്കളെ. അലമാരിയായിരുന്നു ടാസ്ക് കേട്ടോ. മേരി പിടിച്ച് കയറ്റുന്നതായിരുന്നു വൺ ടാസ്ക്. അപ്പം എന്തായാലും ഇനി കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പഴയ സാധനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. കാരണം നമുക്ക് അറിയാലോ, വീട് വാങ്ങിച്ച തന്നെ അത്യാവശ്യം ഫിനാൻഷ്യൽ ടൈറ്റിലാണ്. അത് പഴയ സാധനങ്ങൾ എന്ന് പറയുമ്പോഴും അത് AC, അതുകൊണ്ട് തന്നെ കട്ടില്, മെത്ത എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ പോലും വാങ്ങാനായിട്ട് അത്യാവശ്യം നല്ല റേറ്റ് ആവും. നമുക്ക് അത്രയും ഒരു കോസ്റ്റ് നമുക്കിപ്പോൾ എടുക്കാനായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അത് എടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോയി എടുത്തത് കേട്ടോ. ആ ബെലീനോ നീല കാറും നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിറ്റേന്നായി കേട്ടോ. മൃദുലേക്ക് പനി ഇതേ കുറഞ്ഞിട്ടില്ല. അതാണ്ടെന്ന് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വന്ന് ട്രിപ്പൊക്കെ ഇട്ട്. അപ്പോൾ ഇത്ര നേരം എൻ്റെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കിടക്കത്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ വെളിയിൽ കാറി ഇരുന്ന് അപ്പം ഭയങ്കര വിമിഷ്ട. ചൂട് ഇപ്പോൾ ഒട്ടും സഹിക്കത്തില്ല ചെറുക്കൻ. വെളിയിൽ അങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഞാൻ നടന്നുകൊണ്ടിരുന്ന. അങ്ങനെ അതേ മൃദുല ഇഞ്ചക്ഷൻ എടുത്താടി, ട്രിപ്പ് ഇട്ട്. ഇപ്പൊ അനങ്ങാതെ കിടക്കുന്ന നോക്ക്. അമ്മ വന്നപ്പോ അനങ്ങുന്നില്ല. എന്റെ കയ്യിരുന്ന് കീറ്റില്ല. എന്തായാലും ഇന്നലെ റൂം മൊത്തം കാലിയായപ്പോ എന്തോ ഒരു വിഷമായിരുന്നു. അതെ, റൂം ഭയങ്കര ഫേവറേറ്റ് ആണ്. എല്ലാത്തിനും നമുക്ക് എപ്പോഴും നമ്മൾ ഉണ്ടായിരുന്ന റൂമല്ലേ, റൂം ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ആ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുത്തപ്പോൾ എത്രയായിരുന്നു നമുക്ക് മനസ്സിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൂം ഇങ്ങനെ കാലിയായി കിടക്കുന്നത് കണ്ടപ്പോഴും നല്ല സങ്കടമായിരുന്നു. ഞാൻ മൃദുലെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തത് മൃദുല ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് പാഡ് ചെയ്യുന്നു, സെറ്റാക്കിയിട്ട് നാളത്തെ ഫംഗ്ഷന് വേണ്ടി സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ നമ്മുടെ ഡെക്കറേഷനുള്ള ഐറ്റംസ് എല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അകത്ത് വേണ്ട ചേട്ടൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് നമ്മൾ രാത്രി തന്നെ റൂം ഇവിടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ രാവിലെ അല്ലെങ്കിൽ എല്ലാം കൂടി ബുദ്ധിമുട്ടാവത്തില്ലേ, രാവിലെ കുളിച്ച് അവിടെ നിന്ന് ഒരുങ്ങി സമയമില്ലാത്ത സമയത്തിന് ചിലപ്പം. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ റൂം എടുത്തിട്ട്, അതാകുമ്പോൾ ഇവിടെ റൂമുണ്ട്. നമ്മൾ എൻഗേജ്മെൻറ്റ് നടന്ന അതേ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ റൂം എടുത്തിട്ട് നമുക്ക് നേരെ റെഡി ആയിട്ട് നേരെ ഫംഗ്ഷന് കയറിയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ നേരെ മൃദുലെ വിളിച്ചുകൊണ്ട് വരാം. ഇവിടെ അതെ നമ്മുടെ ഡെക്കറേഷനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമുക്ക് നേരെ റൂമിൽ വരാം. റൂമിൽ വന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഫ്രഷായിട്ട് നേരെ നമ്മുടെ കുഞ്ഞിനെ നൂല് കെട്ടാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. മൃദുല അവിടെ റെഡി ആയിട്ടിരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചെക്കനെ കൊണ്ട് നേരെ ഇങ്ങോട്ട് വരാം. ഒരുങ്ങാനുള്ള ഡ്രസ്സ് കൂർത്ത ആൻഡ് മുണ്ട. എനിക്ക് മറ്റേ ഒട്ടിപ്പ് മുണ്ടാണ്. എനിക്ക് മുണ്ട നല്ലോണം കൊടുക്കാൻ അറിയാം. അതുകൊണ്ട് ഞാൻ ഒട്ടിപ്പ് മുണ്ട്. നാളെ കണ്ടോ ഗായ്സ്, നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ വേറെ ലെവലാണ്. എനിക്ക് ദോശ വന്നിട്ട് ഞാൻ ദോശ വാങ്ങിച്ചിട്ട് വെക്കും. അയ്യോ, ദോശ വാങ്ങാൻ ഗൂഗിൾ പേ വേണം. നിന്റെ ഗൂഗിൾ പേ എടുക്കേ. ഗൂഗിൾ പേയുടെ പാസ്വേഡ് അറിയാം. നമ്മളിവിടെ വെയിറ്റിംഗ്, ദോശ തിന്നാം. നിനക്ക് തരത്തില്ല അമ്മ. അച്ഛൻ ദോശ വാങ്ങിച്ചാൻ പോയി. ദോശ എനിക്ക് നെയ് റോസ്റ്റ്, നിനക്ക് ദോശ. നീ ചാറ് മുക്കി നക്കിയാ മതി. ഓഹോ, അല്ല ഗൈസ്, എനിക്ക് നെയ് റോസ്റ്റ് ഇഷ്ടമല്ല. നിന്റെ കണ്ണേ കാണുന്നുള്ളൂ, ഇങ്ങനെ വെച്ച് വ്ലോഗ് എടുത്തിട്ട്. നെയ് റോസ്റ്റ് ഇഷ്ടമല്ല. ബാക്കിൽ സാധനങ്ങൾ കണ്ട ഗൈസ്. ഈ വണ്ടി എന്ന് പറയുന്നത് കാർഗോ വണ്ടിയാണ്. അതായത് എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോകാനുള്ള കാർഗോ വണ്ടി. സത്യം പറഞ്ഞ 7 സീറ്ററിന്റെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയനെ. ഉപയോഗം നമ്മളെ ഉപയോഗമാണ് മെയിൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഉപയോഗം? ഇങ്ങനെ പറക്കി കെട്ടി ഓടണമല്ലോ, അതൊരു വലിയ ആൾക്കാർ 7 സീറ്റർ വാങ്ങിക്കുന്നതേ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനാ. അത് തെറ്റി. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനല്ല. നമ്മുടെ കാര്യത്തിൽ ലഗേജ് ബാക്ക് സീറ്റ് 7 സീറ്റിൽ ആരും കേറിയിട്ട് പോലും ഇല്ല. 7 സീറ്റ് 2-3 ട്രിപ്പ് പോയ അല്ലാണ്ട് 1-2 മാസമായിട്ട് ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് മടക്കി വെച്ചിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് കാർഗോ വണ്ടി. ആരും ഇങ്ങനെ 7 സീറ്റ് കൊണ്ട് ഉപയോഗിച്ചാണ്. അവിടുന്ന് പറക്കി കെട്ടി അങ്ങോട്ട് പോയി, അവിടുന്ന് പറക്കി കെട്ടി ആശുപത്രിയിലോട്ട് പോയി,
ആശുപത്രിയിൽ നിന്ന് പറക്കി കെട്ടി പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഇന്ന് വീട് അവിടുന്ന് വീട് പറക്കി കെട്ടി പുതിയ വീട്ടിലോട്ട് പോയി. പുതിയ വീട്ടിൽ നിന്ന് കുറെ വേസ്റ്റ് സാധനങ്ങൾ പറക്കി കെട്ടി തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഗൈസ്, കുറച്ച് ദിവസമായിട്ട് പറക്കി കെട്ടി ഓടിക്കൊണ്ടിരിക്കും. ഇതിന് എന്നൊരു വിരാമം അത് ഉടനെ ഉണ്ട് കേട്ടോ. ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഓടാതിട്ടിരുന്ന വണ്ടിയാണ്. ഓടാന്ന് 3000-4000 കിലോമീറ്റർ എന്തോ ഓടിയിട്ടുള്ളൂ. അങ്ങനെ വലുതായിട്ടൊന്നും എടുപ്പില്ല. ഇതിപ്പോ 10,000 കിലോമീറ്റർ ആയി കണ്ടോ, ഒരു മാസം കൊണ്ട്. ആ വണ്ടിയുടെ ഒരു ഓട്ടം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സർവീസ് ഉടനെ വരുന്നുണ്ട്. അപ്പം ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിയറിംഗിന്റെ സൈഡിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതുകൊണ്ട് സർവീസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് മറ്റേ വണ്ടി എടുക്കണം. റൂം എടുത്തിട്ട് എനിക്കൊന്ന് കുളിക്കണം. മൃദുല കുളിച്ച് ആൾറെഡി ഫ്രഷ് ആയിട്ടിരിക്കുക. നമ്മുടെ റിസോർട്ട് ഹാപ്പി അഡ്വാൻസ് ക്രിസ്മസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ്. ഈ ഡിസംബർ മാസമാണ് എല്ലാ രാജകുമാരന്മാരും പിറക്കുന്നതെന്നാ പറയുന്നത്. അതായത് വളരെ ടാലന്റഡ് ഉള്ള ആൾക്കാരെല്ലാരും ഡിസംബറിലാണ്. നവംബറിൽ പിന്നെ ഇച്ചിരി ഒരു ചെറുകൊണ്ടില്ലേ അവ ജനിച്ചത് നല്ല സമയത്താണ്. നമ്മൾ ഇവിടെ കേട്ടോ സ്റ്റേ. ഇവിടെ കുറെ കോട്ടേജാണ് കിട്ടിയിരിക്കുക. ഓർമ്മയുണ്ട മൃദുലേ നമ്മുടെ എൻഗേജ്മെന്റ്? മറക്കാൻ പറ്റുമോ? അയ്യോ ഒരിക്കലും ഇല്ല. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്തിട്ടേ സാധനങ്ങളൊക്കെ റൂമിൽ കയറ്റി വെച്ചിട്ട് ഫ്രഷ് ആവാം. എന്നിട്ട് ഫുഡ് കഴിക്കാം. ഉണ്ടോ ഇപ്പൊ നിർത്തിയല്ലേ? ഓക്കെ ഗൈസ്. ഹോട്ടലിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച സുഹൃത്തുക്കളെ, നമ്മുടെ ഡെക്കറേഷൻ പരിപാടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വെൽക്കം മാർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നൈസ്. ഈ ഒരു പെട്ടി നിറയെ ചെടികളാണ്. എല്ലാം പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ ചെടീസ്. പിന്നെ കുറച്ചെടുത്തോണ്ട് നമ്മളെ പുതിയ വീട്ടിൽ നടായിരുന്നു. ഹാർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നാളെ രാവിലെ ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാഴ്ചപ്പം കുളിച്ച് ഒരു സ്വസ്ഥതയായിട്ടോ സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ കയറ്റി അവിടെ ഡെക്കറേഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ എഡിറ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പം നാളെ നമ്മുടെ കൊച്ചിന്റെ നൂല് കെട്ടാണ്. തിങ്ക നൂലൊക്കെ കെട്ടട്ടെ നമുക്ക്. അത് സുന്ദരനാവുമല്ലോ. എല്ലാരും പറയും നൂലിട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് നന്നാവും, പിന്നെ ഈ ഞെരിപിരിയൊക്കെ മാറും. നൂലിട്ട് കഴിയുമ്പോഴേ കുഞ്ഞുങ്ങളൊന്ന് നന്നായി ഒരു ഇച്ചിരി ആവത്തോളെന്ന് പറയുന്നത്. ഞങ്ങൾ ഇച്ചിരി ആവുന്നതാണ്. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ നമ്മുടെ കുഞ്ഞിന്റെ നൂലായിട്ടാണ്. അപ്പം നാളെ കാണാം. അപ്പൊ അതിലേക്കും ബൈ. എല്ലാം അറിയുന്നുണ്ട്. ഞങ്ങൾ ഇക്കിളി വിടുന്നതായിരിക്കില്ല. ഇക്കിളി വിടുക കേട്ടോ. നാളെ കാണാം ഗൈസ്. ബൈ.